പശ്ചിമേഷ്യ ഇപ്പോൾ യുദ്ധഭീതിയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇറാനും ഇസ്രായേലും. എന്നാൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം 7 പതിറ്റാണ്ടിലേറെക്കാലം നീണ്ടതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ 1947 മുതൽ 1953 വരെയുള്ള തുടക്ക കാലഘട്ടം, 53 മുതൽ 79 വരെ പഹ്ലവി രാജവംശത്തിന്റെ സമയത്തെ സൗഹൃദ കാലഘട്ടം, 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം മുതൽ 90 വരെയുള്ള മോശമായ കാലഘട്ടം, 91 ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള തുറന്ന ശത്രുതയുടെ കാലയളവ് എന്നിങ്ങനെ 4ആയി വിഭജിക്കാം. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിനു ശേഷം പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ 11 അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത 3 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് വാദിച്ച് ഇറാൻ വിഭജനം തലമുറകളുടെ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇസ്രായേൽ സ്ഥാപിക്കുന്നതിനെതിരെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ പ്രതിഷേധവും നടന്നിരുന്നു. 1948 ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ UN അംഗീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇതോടെ ആ വർഷം ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രായേലിന്റെ പ്രവേശനത്തിനെതിരെ ഇറാനും വോട്ട് ചെയ്തു. പക്ഷെ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. 1950 മാർച്ച് 14 ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചു. തുർക്കിക്ക് പിന്നാലെ ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ. 1952 മുഹമ്മദ് മൊസാദ്രക് ഇറാൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം സ്ഥിതി മാറി. പാശ്ചാത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആരോപിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധം മൊസാദ്രക് വിച്ഛേദിച്ചു. 1953 അമേരിക്കയോടുള്ള ബ്രിട്ടീഷിന്റെ പിന്തുണയോടെ ഇറാനിയൻ സൈന്യം മൊസാദ്ദിനെ അട്ടിമറിച്ചു. പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റസ പഹ്ലവി വീണ്ടും ഇറാന്റെ ഷാ ആയി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു. ആയുധങ്ങളുടെയും രഹസ്യാന്വേഷണത്തിന്റെയും കാര്യത്തിലടക്കം സഹകരണം ശക്തമായി. ഇറാൻ ഇസ്രായേലിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ വാങ്ങുകയും പെട്രോളിയം കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായിരുന്നുവെങ്കിലും ഇറാനിയൻ ജനത പൊതുവിൽ ഫലസ്തീനുകളോട് അനുഭാവമുള്ളവരായിരുന്നു. അവർ ഫലസ്തീനുകൾക്ക് സംഭാവന നൽകി. 1970 അത്തരം ധനസഹായ ശ്രമങ്ങൾ തടയാൻ ഇറാനിയൻ സർക്കാർ ശ്രമിച്ചു. 1967 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാനിയൻ എണ്ണ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് ഒഴുകി. ഇസ്രായേലി ഇറാനിയൻ സംയുക്ത സംരംഭമായ എയ്ലാറ്റ് അഷ്കലോൺ പൈപ്പ് ലൈൻ വഴിയാണ് ഇറാനിയൻ എണ്ണ യൂറോപ്യൻ വിപണിയിലേക്ക് കയറ്റി അയച്ചത്. ഇസ്രായേൽ നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും ഇറാനിൽ സജീവമായതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഉയർന്നു. ഇസ്രായേലി ദേശീയ വിമാന കമ്പനിയായ ലാ അൽ ടെൽ അവീവിനും ടെഹ്റാനുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തി. ഇരു രാജ്യങ്ങളും സൈനിക സഹകരണവും പദ്ധതികളും രഹസ്യമായി സൂക്ഷിച്ചിരുന്നുവെങ്കിലും അവ വ്യക്തമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1970കളുടെ അവസാനത്തിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നതിനു മുമ്പ് ഇസ്രായേലിന് ടെഹ്റാനിലും ഒരു സ്ഥിരം പ്രതിനിധി സംഘവും ഉണ്ടായിരുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനും പഹ്ലവി രാജവംശത്തിന്റെ പതനത്തിനും പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ ബന്ധം തകരുന്നത്. ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ അട്ടിമറിക്കുകയും ആയത്തുള്ള റുഹോള ഖൊമൈനി ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ആരംഭിച്ചു. റുഹുള്ള ഖൊമൈനി ഇറാന്റെ പരമോന്നത നേതാവാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു. പഹ്ലവി രാജവംശത്തിന് ഇസ്രായേലുമായുള്ള ബന്ധത്തെ അദ്ദേഹം എല്ലാ കാലത്തും വിമർശിച്ചിരുന്നു. 1979 ഫെബ്രുവരി 19 ഇസ്ലാമിക് വിപ്ലവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചത് പിൻവലിക്കുകയും ഇസ്രായേലോടുള്ള എല്ലാ നയതന്ത്രപരവും വാണിജ്യപരവും മറ്റു ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലി പാസ്പോർട്ടുകൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചു. ഇറാന്റെ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് അധിനിവേശ ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കി. ടെഹ്റാനിലെ ഇസ്രായേൽ എംബസി അടച്ച് VLOയ്ക്ക് കൈമാറുകയും ചെയ്തു. 2000ന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ പിരിമുറുക്കം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു. 2005 തീവ്ര യാഥാസ്ഥികനായ മുഹമ്മദ് അഹമ്മദി നെജാദ് ഇറാന്റെ പ്രസിഡന്റ് ആയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലെത്തി.
ഇറാനെ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം ഇത് രൂക്ഷമാക്കി. പക്ഷേ തങ്ങളുടെ ആണവ പരിപാടി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി. 2000-കളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശം വിധിച്ച സക്സനേറ്റ് മാൽവെയിൻ പിന്നിൽ ഇസ്രായേലും US-ഉമാണെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മുഹസിൻ ഫക്രി സാദയെ 2020-ൽ പിക്കപ്പ് ട്രക്കിൽ പിന്നിൽ ഘടിപ്പിച്ച സാറ്റലൈറ്റ് നിയന്ത്രിത മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നും പിന്നിലും ഇസ്രായേൽ ആണെന്നും കരുതപ്പെടുന്നു. മറുവശത്ത് ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലുകൾക്ക് നേരെ നിരവധി ഡ്രോൺ ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളും ഇറാൻ നടത്തി. കഴിഞ്ഞ വർഷം ഹൈപ്പർ സോണിക് മിസൈലും ഇറാൻ പരീക്ഷിച്ചു. ഗാസ മുനമ്പിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ലബനിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഏപ്രിൽ 1 സിറിയയിൽ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. മേഖലയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ വർഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 7 ഉന്നത അംഗങ്ങൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചെങ്കിലും ഇറാനും സിറിയയും റഷ്യയും ആക്രമണത്തിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ഏത് വില കൊടുത്തും ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകി. ഡമാസ്കസ് കോൺസുലേറ്റ് ബോംബ് സ്ഫോടനത്തിന് പ്രതികാരമായി വിദേശത്തുള്ള ഇസ്രായേൽ കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേതൃത്വം പ്രതിജ്ഞയെടുത്തു. സിറിയയിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും നയതന്ത്ര കാര്യങ്ങൾക്ക് നേരെയുള്ള ആദ്യത്തെ ആക്രമണമായിരുന്നു ഇതോടെ തിരിച്ചടിക്ക് ഇറാൻ തക്കം പാർത്തിരുന്നത്. ഇസ്രായേലി ശതകോടീശ്വരന്റെ ചരക്കു കപ്പൽ പിടിച്ചെടുത്തതാണ് ഒടുവിൽ ഇറാൻ പ്രകോപനം ഉയർത്തിയത്. ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേവ തുറമുഖത്തേക്ക് വരികയായിരുന്നു MSC ഏരീസ് എന്ന കപ്പൽ. ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ കപ്പൽ പിടിച്ചെടുത്തത്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമിന്റെ MSC ഏരിയസ് എന്ന കണ്ടെയ്നർ കപ്പൽ. ഇസ്രായേൽ വ്യവസായി ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സോഡിയ ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി. സമുദ്ര അതിർത്തി ലംഘിച്ചതാണ് സൈനിക നടപടിക്ക് ഇടയാക്കിയതെന്നാണ് ഇറാന്റെ പ്രതികരണം. പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ച് ഇറാൻ ആളില്ലാ വിമാനങ്ങൾ അയച്ചു. ഇസ്രായേലിലേക്ക് ആളില്ലാ വിമാനങ്ങൾ അയച്ചതായി ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ വ്യക്തമാക്കി. ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഫഗാരി ലക്ഷ്യത്തിലെത്തും മുൻപേ വിമാനങ്ങളെ തകർത്തെന്ന് പറഞ്ഞു. വ്യോമാതിർത്തി അടച്ചതായി ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. മുൻകരുതൽ നടപടിയായി ഇസ്രായേലിലെ സ്കൂളുകളും അടച്ചിട്ടു. ഗസയിൽ 6 മാസം പിന്നിട്ട യുദ്ധം ഇസ്രായേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലുള്ളതാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചതോടെ ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറി. ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇതാദ്യമായാണ്. 1991-ലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഈ മേഖലയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് മേഖലയിലും ലോകമെമ്പാടും ഉണ്ടാക്കാൻ പോകുന്നത്. ഇറാന്റെ ഒരു ലക്ഷ്യം അവരുടെ ശക്തി പ്രകടനവും മേഖലയിലെ മേധാവിത്വവും വീണ്ടെടുക്കുന്നതിൽ ആയിരിക്കാം. പക്ഷേ ഇസ്രായേലിനെതിരെ നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടതോടെ അവർ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇസ്രായേൽ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഈ ആക്രമണം.